ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണ്? നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക്, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഗൂഢലക്ഷ്യം അത് വളരെ പ്രകടമായി പുറത്തേക്ക് വരികയാണ്. അതാണ് മണിപ്പൂരിലെന്നല്ല ഒരിടത്തും ശാന്തിയും സമാധാനവും ഒരിടത്തും ഉണ്ടാകേണ്ടതില്ല. എന്തെങ്കിലും കാര്യങ്ങളിൽ ചേർന്ന് പോയാൽ അവിടെ അപ്പോൾ CPIM-ഉം BJP-യും ഒന്നിച്ചാണ് എന്നൊരു കാടങ്ങിറക്കും. എന്നാൽ സ്വന്തം വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയത്തില്ല. ഇപ്പോൾ വയനാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, കോൺഗ്രസ് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കോൺഗ്രസ് ആണ് വയനാട്ടിലെ ഇത്രയും മരണങ്ങൾ കാണാത്തവരാണ് മണിപ്പൂരിൽ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ വസ്തുത. മണിപ്പൂരിലേക്ക് വരാം. മണിപ്പൂരിന്റെ കുന്നുകൾ, ആ കുന്നുകൾ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചത്. ഇവിടെ ചുരാചന്ദ്പൂരിലേക്കാണ് അദ്ദേഹം വന്നത്. ചുരാചന്ദ്പൂർ എന്ന് പറയുന്നത് അത് കുക്കികളുടെയും നാഗകളുടെയും ഒക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമാണ്. അല്ലാതെ മെയ്തേയ് വിഭാഗക്കാരുടെ താഴ്വരയിലേക്കല്ല പോയത് നരേന്ദ്രമോദി. മെയ്തേയ് വിഭാഗത്തിന്റെ കേന്ദ്രത്തിലേക്കല്ല നരേന്ദ്രമോദി പോയത്. BJP-ക്കും നരേന്ദ്രമോദിക്കും മെയ്തേയ് വിഭാഗത്തോടുള്ള താല്പര്യം കാരണം ഈ സംഘർഷത്തെ, കലാപത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നവർ കാണേണ്ടത് ചുരാചന്ദ്പൂരിൽ 10 MLA-മാർ, കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 10 MLA-മാർ അദ്ദേഹത്തിന് ഒരു നിവേദനം ഇന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്പെഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്തോ കുക്കി വിഭാഗത്തിനും നാഗാ വിഭാഗത്തിനും എതിരാണ്, BJP എതിരാണ് എന്ന ഒരു പ്രതീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വൃഥാ വ്യായാമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്ത് മറ്റ് മാധ്യമങ്ങൾ കാണുന്നവർ, അല്ലെങ്കിൽ ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നവർ, അവർക്കൊക്കെ കൃത്യമായി മനസ്സിലാകും.